MC, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് അവിടെ നേരിട്ടുള്ള ഒരു ചർച്ചകൾക്കുള്ള സാധ്യത അതിപ്പോഴും തുറന്നിട്ടില്ല. പക്ഷേ ബാക്ക്ഡോർ ഡിപ്ലോമസി ഒരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായേക്കാം എന്ന് നമ്മളൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ആകെ ഒരു സമീപനം എന്താണ്? അതായത് ഇന്നിപ്പോൾ ഒറ്റ സ്വരത്തിൽ ഈ സ്വാഭാവികമായും ഈ സംഘർഷം കുറയ്ക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ ഇറാനെയും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ശ്രമങ്ങൾ, അതിലെന്തെങ്കിലും ഒരു പ്രതീക്ഷാനിർഭരമായ നീക്കം ഇന്നുണ്ടായിട്ടുണ്ടോ? മഹേഷ്, സമ്മർദ്ദം എല്ലാ രാജ്യങ്ങളും നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയും നേരിടുന്നുണ്ട്. കാരണം അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് അവരുടെ എംബസികൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അവരുടെ അമേരിക്കൻ പൗരന്മാർക്ക് നേരെ വലിയ ഒരു ആശങ്ക രൂപപ്പെടുന്ന ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അതോടുകൂടിയാണ് ഈ ഗൾഫ് ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്ന് US പൗരന്മാരെ അടിയന്തരമായിട്ട് ഒഴിപ്പിക്കാനുള്ള നടപടികൾ അവർ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരെ പറ്റുമെങ്കിൽ ഈ ഗൾഫ് മേഖലയിൽ നിന്നും മറ്റും ഒഴിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ട് അവരും രംഗത്ത് വരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി ഇനിയും നീണ്ടുപോകുന്നത്, അതോടൊപ്പം തന്നെയാണ് സാമ്പത്തികവും നിക്ഷേപപരമായ മേഖലകളിലേക്ക്, അതോടൊപ്പം തന്നെ അടിസ്ഥാന ഉപാധികളായിട്ടുള്ള ഊർജ്ജ മേഖലകളിലേക്കൊക്കെ ഈ ആക്രമണവും പ്രത്യാക്രമണവും നീളുന്നത് തീർച്ചയായിട്ടും വലിയ ഭയാശങ്കകൾ എല്ലാവരിലും സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ഇത് അധികകാലം ഈ സംഘർഷം നീണ്ടുപോകണമെന്ന യാതൊരു ആഗ്രഹവുമില്ല. പ്രത്യേകിച്ച് എണ്ണ കയറ്റുമതി, പ്രകൃതിവാതക കയറ്റുമതി, മറ്റ് അടിസ്ഥാന ജീവനോപാധികളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ കയറ്റുമതി, ഇതൊക്കെയും തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് അധികകാലം നീണ്ടുപോകുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ സൈനികമായും തങ്ങൾക്ക് ദുർബലപ്പെടുത്തുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് അമേരിക്ക മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും എത്തിച്ചേരുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒമാന്റെ ഭാഗത്തു നിന്ന് അല്പം മുമ്പ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദറുൽ ബുസൈദിയുടെ ഭാഗത്തു നിന്ന് അടിയന്തര വെടിനിർത്തലിനുള്ള ഒരു ആഹ്വാനം വരുന്നത്. തീർച്ചയായിട്ടും മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഈ പരോക്ഷ ചർച്ചകൾ ഇപ്പോൾ പോലും തുടരുന്നുണ്ടാവും. പ്രത്യക്ഷത്തിൽ ചർച്ചകൾക്ക് തങ്ങൾ സന്നദ്ധമല്ല എന്നാണ് ഇന്നിപ്പം ഖത്തറിന്റെ വിദേശകാര്യ